വിളിച്ചാൽ വെളിപ്പുറത്ത് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഉണ്ടാവും. നിങ്ങളുടെ വെളിപ്പുറത്തുണ്ടാവും. സതീഷ് ചേട്ടാ എല്ലായിടത്തും വെളിപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു. എന്താ ഈ ആറന്മുളയിലെ ഈ സിറ്റുവേഷൻ നോക്ക്. കോൺഗ്രസ് നേതാവിനാണ് ഗ്രാമപഞ്ചായത്ത് ഉത്തമം വാർഡ് നിവളാവും. നമ്മുടെ ഏത് വെള്ളപ്പൊക്കം വന്നാലും ഏത് ഒരു മഴ വരുമ്പോഴും നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. 600-നടുത്ത് വീടുകളുള്ള ഒരു വാർഡാണ്. ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ധാരാളം വീടുകൾ ഉള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 100-നടുത്ത് വീടുകളിൽ വെള്ളം കയറി. പല ആൾക്കാരെല്ലാം പല ക്യാമ്പുകളിലും അവരുടെ പല വീടുകൾ ബന്ധുക്കളുടെ വീടുകളുമായിട്ട് താമസിക്കുകയാണ്. ചുറ്റും വെള്ളത്താൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് കെട്ടിനോ അല്ല മറ്റൊരു അടിയന്തര എന്തെങ്കിലും ആവശ്യമോ വെളിയിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്കറിയാം ക്യാമ്പിലോട്ടായാലും ഇതുവരെ ഒരു സാധനം പോലും ഇവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് വളരെ ദയനീയം. ഒരു കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 ദിവസമായിട്ട് ഈ വാർഡിലെ കറണ്ടില്ല. 5 ദിവസമായിട്ട് കാരണം ആലോചിക്കണം. ധാരാളം കുട്ടികൾ ഇതൊന്നും കാണിച്ചു തരുന്നു. കോൺഗ്രസിനെ തരം താഴ്ത്തിയിട്ട് അവർ മോശക്കാരാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും കാണിച്ചു തരുന്നത്. അവിടുത്തെ സിറ്റുവേഷന് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറിയിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണിച്ചു തരുന്നത്. കാരണം കോൺഗ്രസ്സുകാരനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല. അവരുടെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അധികൃതരായിട്ട് പെട്ടെന്ന് അറിയിച്ചിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് കോൺഗ്രസ്സുകാരോടും വി.ഡി. സതീശനോടൊന്നും ഞങ്ങൾക്ക് എന്ത് ദേഷ്യമുള്ളത്. ഇപ്പോഴത്തെ അവസരത്തിൽ ഈ രാഷ്ട്രീയം പറയേണ്ട സമയമല്ല. മാക്സിമം എത്ര പെട്ടെന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്നോ അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ നോക്കുക. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനത്തെ സിറ്റുവേഷൻ, അവിടെ അറിയിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരിൽ ഇത് എത്തിയിട്ടുണ്ടാവില്ലേക്കാരം. പക്ഷെ അത് അവരിലേക്ക് എത്തിയിട്ട് അവിടേക്കുള്ള സഹായങ്ങൾ എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് രാഷ്ട്രീയം പറയില്ലതൊന്നും.